നിങ്ങളുടെ മനസ്സുപോലെ ആകർഷകമായ ഓഫറുകളോടെ MGMൽ നിന്നും സ്വന്തമാക്കൂ. MGM മാൾ, തിരൂർ റോഡ്, മംഗലം. ഫോൺ 9895154020 8136830523. ഓൾമോസ്റ്റ് എല്ലായി. ഈ ഒരു ഡിസൈൻ മാത്രം കണ്ടില്ല. അതിനെന്താ, മോൾ ആ ഡിസൈൻ ഞങ്ങൾക്ക് അയച്ചത്. ഞങ്ങൾ അതേപോലെ ഡിസൈൻ ചെയ്ത് മാല വീട്ടിലെത്തിക്കാം. ആഹാ, അത് കൊള്ളാലോ. ഇപ്പൊ എന്നെ ഡിസൈൻ അയച്ചുതരാം. അപ്പൊ അനക്ക് വേണ്ടല്ലേ? Celebrating 50 years. Majestic Jewelers. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. ആനുകൂല്യങ്ങളുടെ ഈ ആഘോഷനാളുകളിലേക്ക് ഏവർക്കും സ്വാഗതം. സൻഹ ഫാഷൻ തിരൂർ. Our sister concern is our fashion വയലത്തൂർ. ടീച്ചേഴ്സ് ട്രെയിനിംഗ്, ഫിനിഷിംഗ് സ്കൂൾ, IELTS, TOEFL, ലാംഗ്വേജ് ട്രെയിനിംഗ് പ്രോഗ്രാം എന്നീ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് അക്ബർ കോളേജ്, എ ഡിവിഷൻ ഓഫ് അക്ബർ ഗ്രൂപ്പ്, സ്റ്റേറ്റ് ബാങ്ക് റോഡ്, ഓപ്പോസിറ്റ് ടൗൺ ഹാൾ, തിരൂർ. ക്വാളിറ്റിയിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയുമില്ലാതെ ഹൗസ് ഹോൾഡ് ഐറ്റംസ്, കരവിരുതുകളുടെ മായിക സൗന്ദര്യവുമായി നിരവധി ഉൽപ്പന്നങ്ങൾ, ഫാൻസി ഐറ്റംസ്, കോസ്മെറ്റിക്സ്, ക്ലീനിംഗ് ഐറ്റംസ് തുടങ്ങിയവയെല്ലാം മറ്റെവിടെ നിന്നും ലഭിക്കാത്ത വിലക്കുറവിൽ ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ഹോം ഡെലിവറി 9847488360, 9895154020, 049420805523. ആലത്തിയൂർ റോഡ്, മംഗലം. MGM ഹൈപ്പർ മാർക്കറ്റ്, a unit of Mangalam Supermarket LLP. തുഞ്ചൻ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ബൊലേറോ വാഹനത്തിൽ 10ഓളം രഹസ്യറകൾ നിർമ്മിച്ച് വൻ കഞ്ചാവ് കടത്ത്. കേരളത്തിലേക്ക് ഒളിപ്പിച്ച് കടത്തവേ 67 കിലോ കഞ്ചാവുമായി ഗൂഡല്ലൂർ സ്വദേശിയെ പിടികൂടി കാളിക്കാവ് എക്സൈസ്. സ്കൂൾ കലോത്സവങ്ങൾക്ക് വേദിയൊരുക്കുന്നതിൽ 3 പതിറ്റാണ്ട് പിന്നിട്ട് താനൂരിലെ ഉസ്മാൻ. തിരൂരിൽ 28-ന് ആരംഭിക്കുന്ന ജില്ലാ കലോത്സവത്തിന് വേദിയൊരുക്കുന്നതും ഉസ്മാൻ തന്നെ. അധ്യാപകരുടെ നിയമനാംഗീകാര നടപടികളിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ പ്രക്ഷോഭത്തിലേക്ക്. താനൂർ ഉപജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശനിയാഴ്ച താനൂർ AEO ഓഫീസ് മാർച്ച് നടത്തുമെന്ന് യൂണിയൻ. ഫോട്ടോഗ്രാഫർമാരുടെ സ്വതന്ത്ര കൂട്ടായ്മയായ ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷന്റെ മലപ്പുറം ജില്ലാ സമ്മേളനം തിരൂരിൽ 29-ന് ചൊവ്വാഴ്ച തിരൂർ വാഗൺ ട്രാജഡി ടൗൺ ഹാളിലാണ് സമ്മേളനം. വിശദമായ വാർത്തകളിലേക്ക്. ബൊലേറോ വാഹനത്തിൽ 10ഓളം രഹസ്യറകൾ നിർമ്മിച്ച് വൻ കഞ്ചാവ് കടത്ത്. കേരളത്തിലേക്ക് ഒളിപ്പിച്ച് കടത്തവേ 67 കിലോ കഞ്ചാവുമായി ഗൂഡല്ലൂർ സ്വദേശിയെ പിടികൂടി കാളിക്കാവ് എക്സൈസ്. പിടിയിലായത് ആന്ധ്രാപ്രദേശിൽ നിന്ന് കേരളത്തിലേക്ക് കഞ്ചാവ് എത്തിക്കുന്ന ഗൂഡല്ലൂർ സംഘത്തിലെ പ്രധാന കണ്ണി. ഇതിന്റെ സ്പെയർ അല്ല, ഒരു പാക്കറ്റിൽ കിടക്കുന്നത്. ഗൂഡല്ലൂർ മൺവയൽ സ്വദേശി TJ ജസ്റ്റിനാണ് അറസ്റ്റിലായത്. ഇയാൾ സഞ്ചരിച്ചിരുന്ന ബൊലേറോ വാഹനം സംശയം തോന്നി പരിശോധിച്ചപ്പോഴാണ് വൻ കഞ്ചാവ് കടത്ത് പുറത്തായത്. പുറകിലെ സീറ്റുകളുടെ അരികിലും പ്ലാറ്റ്ഫോമിലും ഉൾപ്പെടെ രഹസ്യ അറകളായിരുന്നു. കഞ്ചാവ് കടത്തിനായി നിർമ്മിച്ച രഹസ്യ അറകൾ കണ്ട് എക്സൈസ് അധികൃതർ പോലും അത്ഭുതപ്പെട്ടു. യാതൊരു സംശയവും തോന്നാത്ത വിധത്തിൽ അതിവിദഗ്ധമായാണ് അറകൾ നിർമ്മിച്ചിരുന്നത്. ചെറുകോട് 28-ൽ കാളിക്കാവ് എക്സൈസ് ഇൻസ്പെക്ടർ T ഷിജുമോന്റെ നേതൃത്വത്തിൽ നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് പ്രതി പിടിയിലായത്. പ്രതിയെ പെരിന്തൽമണ്ണ കോടതി റിമാൻഡ് ചെയ്തു. ഇയാൾ ആന്ധ്രാപ്രദേശിൽ നിന്ന് കേരളത്തിലേക്ക് കഞ്ചാവ് എത്തിക്കുന്ന ഗൂഡല്ലൂർ സംഘത്തിലെ പ്രധാനിയാണെന്ന് എക്സൈസ് അറിയിച്ചു. TVN ന്യൂസ്, നിലമ്പൂർ.
വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നാടൻ ഭക്ഷ്യമേളയൊരുക്കി ഏഴൂർ MDPS UP സ്കൂൾ. ഇലവിഭവങ്ങളും കിഴങ്ങ് വർഗ്ഗങ്ങളും വരെ ഉൾപ്പെടുത്തി വിദ്യാർത്ഥികൾ ഒരുക്കിയ മേള രുചിവൈഭവം നിറഞ്ഞതായി. ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിനിടയിൽ നാടൻ വിഭവങ്ങൾ വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തുന്നതായിരുന്നു മേള. ഭക്ഷണ വസ്തുക്കളിലൂടെ എങ്ങനെ ആരോഗ്യം സംരക്ഷിക്കാം എന്നാശയം കുട്ടികളിലേക്ക് പകരുന്നതിന്റെ ഭാഗമായാണ് നാടൻ ഭക്ഷ്യമേള നടത്തി. ഇലവിഭവങ്ങൾ, കിഴങ്ങ് വർഗ്ഗങ്ങൾ തുടങ്ങിയവയ്ക്കാണ് മേളയിൽ കൂടുതൽ പ്രാധാന്യം നൽകിയത്. ഓരോ ക്ലാസ്സിലും 60-ലേറെ വ്യത്യസ്ത വിഭവങ്ങളാണ് വ്യത്യസ്ത നാടൻ ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ച് കുട്ടികൾ തയ്യാറാക്കി കൊണ്ടുവന്നത്. ഷവർമയും കബ്സയും കുഴിമന്തിയുമെല്ലാം കേട്ട് പരിചയിച്ച കുട്ടികൾക്ക് ഇല, കിഴങ്ങു വിഭവങ്ങളെല്ലാം പുതുമയുള്ള കാഴ്ചകളായി. അനാരോഗ്യകരമായ ആധുനിക ഭക്ഷണ വസ്തുക്കൾക്ക് പകരം ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങളുടെ പാഠങ്ങൾ പകരുന്നതായി പ്രദർശനം. തയ്യാറാക്കിയ വിഭവത്തിന്റെ പാചകരീതിയും ഗുണഫലങ്ങളും വരെ വിവരിച്ചാണ് വിദ്യാർത്ഥികൾ മേളയിൽ പങ്കെടുത്തത്. പല ക്ലാസുകളിലും പാചകക്കാരുടെ വേഷത്തിൽ കുട്ടികൾ അണിനിരന്നത് കൗതുക കാഴ്ചയായി. പ്രസിഡന്റ് അലവി സെൻസായി മേള ഉദ്ഘാടനം ചെയ്തു. അക്കാദമിക് കോർഡിനേറ്റർ VA ഗഫൂർ, സ്റ്റാഫ് സെക്രട്ടറി T ഉഷ, SRG കൺവീനർ N ലൈല ബീഗം, M ഷാനില, ആസാദ് തുടങ്ങിയ അധ്യാപകർ നേതൃത്വം നൽകി. തിരൂർ. അർജന്റീനയ്ക്കും മെസ്സിക്കുമായി വീറോടെ പൊരുതി താരങ്ങളായ കുട്ടി ആരാധകർക്ക് കൈനിറയെ സമ്മാനങ്ങളുമായി അർജന്റീന ഫാൻസ്. സോഷ്യൽ മീഡിയയിൽ വൈറലായ മംഗളം പള്ളിപ്പടി സ്വദേശികളായ ലുബ്ന ഫാത്തിമ, ഇൻഷ ഫാത്തിമ എന്നിവരെയാണ് ഓൾ കേരള അർജന്റീന ഫാൻസ് ആദരിച്ചത്. ഈ കുട്ടി താരങ്ങൾ ഇനി മെസ്സിയുടെ ചിത്രമുള്ള സൈക്കിളിൽ നാട് ചുറ്റും. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന സൗദിയോട് പരാജയപ്പെട്ടതിനെ തുടർന്ന് തങ്ങളുടെ ടീമിനെയും ഇഷ്ടതാരം മെസ്സിയെയും കളിയാക്കിയവരെ ലുബ്ന ഫാത്തിമയും ഇൻഷ ഫാത്തിമയും വീറോടെ നേരിട്ടത് ഇങ്ങനെയായിരുന്നു. സംഭവം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തതോടെ ലുബ്നയും ഇൻഷയും താരങ്ങളായി. നാട്ടിൽ വൻ സ്വീകരണം ഒരുക്കിയാണ് അർജന്റീന ഫാൻസ് കുട്ടിത്താരങ്ങളെ ഏറ്റെടുത്തത്. ഇവരുടെ നാട്ടിൽ ഇന്നലെ പ്രത്യേക ചടങ്ങ് സംഘടിപ്പിച്ചാണ് ഈ മിടുക്കികളെ ആദരിച്ചത്. സൈക്കിൾ, ഫുട്ബോൾ, ജേഴ്സി, മൊമന്റോ തുടങ്ങിയവ ഇവർക്ക് സമ്മാനിച്ചു.
വാർഡ് മെമ്പർ നിഷ രാജീവ്, കബീർ, മുഹമ്മദ് അസ്ലം, ഷിനോസ്, സുധീഷ്, സുബീഷ്, ഫസൽ റഹ്മാൻ, നിഖിൽ, ഫാമിദ എന്നിവർ പങ്കെടുത്തു. അയൽവാസികളായ ഈ കുരുന്നുകൾക്കൊരുക്കിയ സ്വീകരണം നാട് ആഘോഷപൂർവ്വമാണ് ഏറ്റെടുത്തത്. ഫാൻസുകളുടെ അതിർവരമ്പുകൾ ലംഘിച്ച് മറ്റു ടീമുകളുടെ ആരാധകരും ഇവരുടെ സന്തോഷത്തിൽ പങ്കുചേരാനെത്തി. മംഗലം ALP സ്കൂൾ 2ാം ക്ലാസ് വിദ്യാർത്ഥിയായ ലുബ്ന മാങ്ങാപ്പറമ്പിൽ സുലൈമാന്റെയും സുഹറാബിയുടെയും മകളും, ഇതേ സ്കൂളിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇൻഷ മേലത്ത് പുത്തൂർ ഷാഹിറിന്റെയും മൂസിനയുടെയും മകളുമാണ്. സമ്മാനങ്ങൾ നൽകിയ എല്ലാവർക്കും നന്ദി പറഞ്ഞാണ് ലുബിനയും ഇൻഷയും വേദി വിട്ടത്. കുട്ടികൾക്ക് കഴിഞ്ഞ ദിവസം സമ്മാനങ്ങളുമായി ജില്ലാ പഞ്ചായത്ത് അംഗം ഇ അഫ്സൽ എത്തിയിരുന്നു. കുട്ടികളുമായി പന്ത് തട്ടിയും ഫുട്ബോൾ സമ്മാനിച്ചുമാണ് അഫ്സൽ മടങ്ങിയത്. SFI തിരൂർ ഏരിയ സെക്രട്ടറി ജിത്തു, DYFI മംഗലം മേഖലാ കമ്മിറ്റി അംഗം റഹീസ്, ഷിനു, ഷാജഹാൻ എന്നിവർക്കൊപ്പം എത്തിയായിരുന്നു അഫ്സൽ സന്തോഷം പങ്കിടാനെത്തിയത്. TV ന്യൂസ് തിരൂർ. കോഴിക്കോട് നടക്കുന്ന മുജാഹിദ് 10ാം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് തിരൂരിൽ മാധ്യമ സെമിനാർ സംഘടിപ്പിക്കുന്നു. മാധ്യമം, ധാർമ്മികം, അതിജീവനം എന്ന വിഷയത്തിൽ ഞായറാഴ്ച തിരൂരിൽ PSM കോൺഫറൻസ് ഹാളിലാണ് സെമിനാർ എന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. KNM മലപ്പുറം ജില്ലാ സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് സെമിനാർ ഒരുക്കുന്നത്. സമകാലിക രാഷ്ട്രീയ സാമൂഹിക സാഹചര്യത്തിൽ മാധ്യമ അവബോധം ഉയർത്തുന്നതിന്റെ ഭാഗമായാണ് സെമിനാർ. രാവിലെ 9:30 മന്ത്രി V അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും. N ഷംസുദ്ദീൻ MLA, സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ AI അബ്ദുൽ മജീദ്, അബ്ദുൽ ലത്തീഫ് നഹ, ഡോക്ടർ അഷ്റഫ് വാളൂർ തുടങ്ങിയവർ സെമിനാറിൽ പങ്കെടുക്കും. KNM ജില്ലാ സെക്രട്ടറി N കുഞ്ഞിപ്പ മാസ്റ്റർ, ട്രഷറർ ഹാഷിം ഹാജി, മീഡിയ ചെയർമാൻ ഉബൈദുള്ള താനാളൂർ, തിരൂർ പ്രസ് ക്ലബ് സെക്രട്ടറി ഷെഫീഖ് എന്നിവർ സംസാരിക്കും. ഡിസംബർ 29, 30, 31, നവംബർ 1 ദിവസങ്ങളിൽ സംസ്ഥാന തലത്തിൽ നടക്കുന്ന സമ്മേളനത്തോടനുബന്ധിച്ചാണ് മലപ്പുറം ജില്ലാ സമിതി മാധ്യമ സെമിനാർ സംഘടിപ്പിക്കുകയാണ്. ഈ മാധ്യമ സെമിനാറിലേക്ക് ഇവിടെയുള്ള എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം മുന്നോട്ട് വെക്കുന്ന ആശയം എന്ന് പറയുന്നത്, ഇന്നത്തെ സാഹചര്യം നമുക്കൊക്കെ അറിയാം. സ്വതന്ത്രമായ മാധ്യമ പ്രവർത്തനം നടത്താൻ കഴിയാത്ത സാമൂഹിക രാഷ്ട്രീയ ചുറ്റുപാട് ഇന്ന് ലോകത്തും, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യം നമുക്കൊക്കെ അറിയാം. ഫുട്ബോളുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെയുള്ള മാധ്യമ രംഗത്തുള്ള ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തും ഒക്കെ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനങ്ങൾക്ക് അതിൻ്റേതായ റോള് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ മാധ്യമ രംഗത്തുള്ളവർ തന്നെയാണ്. അത് സ്വാഗതാർഹമാണ്. ഏത് വിഷയത്തെയും തുറന്നു പറയാനും ഒരു ബലപ്രയോഗവും ഇല്ലാതെ വാർത്തകളെ ജനങ്ങളിലേക്ക് എത്തിക്കുവാനും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ പില്ലേഴ്സായിട്ടുള്ള ഏറ്റവും ശക്തമായ മാധ്യമരംഗം പലപ്പോഴും മറ്റുള്ള പില്ലേഴ്സിനെയൊക്കെ തിരുത്തി കൊടുക്കുകയും ചെയ്യാറുണ്ട്, പരിധികൾ വെച്ചുകൊണ്ട്. ഇതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ രാജ്യത്തുണ്ട്. അത് എങ്ങനെയാണോ വിഭാവനം ചെയ്തത് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളും ആവശ്യപ്പെടാനുള്ളത്. വാർത്താ സമ്മേളനത്തിൽ മീഡിയ കമ്മിറ്റി ചെയർമാൻ ഉബൈദുള്ള താനാളൂർ, കൺവീനർ ഷെഫീഖ് ഹസൻ, ISM ജില്ലാ പ്രസിഡന്റ് മുബഷിർ പഞ്ചിലി, KNM തിരൂർ മണ്ഡലം സെക്രട്ടറി M ജൗഹർ മഹമ്മൂദ് എന്നിവർ പങ്കെടുത്തു. TV ന്യൂസ് തിരൂരങ്ങാടി. സ്കൂൾ കലോത്സവങ്ങൾക്ക് വേദിയൊരുക്കുന്നതിൽ 3 പതിറ്റാണ്ട് പിന്നിട്ട് താനൂരിലെ ഉസ്മാൻ. തിരൂരിൽ 28-ന് ആരംഭിക്കുന്ന ജില്ലാ കലോത്സവത്തിന് വേദിയൊരുക്കുന്നതും ഉസ്മാൻ തന്നെ. 16 വേദികളുടെയും ഊട്ടുപുരയുടെയും നിർമ്മാണമാണ് പുരോഗമിക്കുന്നത്. പ്രായമേറെയായിട്ടും യുവത്വത്തിന്റെ ചുറുചുറുക്കോടെ റവന്യൂ കലോത്സവത്തിന്റെ പന്തലൊരുക്കുന്നതിന്റെ തിരക്കിലാണ് ഉസ്മാൻ. 1986-ൽ മലപ്പുറം വിദ്യാഭ്യാസ ജില്ലാ കലോത്സവത്തിന് വേദിയൊരുക്കിയാണ് താനൂർ മൂറ്റൽ സ്വദേശിയായ UP ഉസ്മാൻ ഈ രംഗത്തെത്തിയത്. 1986 മലപ്പുറം വിദ്യാഭ്യാസ ജില്ലയുടെ ജില്ലാ കലോത്സവം അന്ന് വിദ്യാഭ്യാസ ജില്ലാ അടിസ്ഥാനത്തിൽ കോട്ടക്കൽ രാജാസ് ഹൈസ്കൂളിൽ വെച്ചാണ് നടന്നത്.
ആ കലാമേളയ്ക്ക് ലൈറ്റ് ആൻഡ് സൗണ്ട് പന്തൽ ഒരുക്കാനുള്ള ഭാഗ്യം കിട്ടി. അന്ന് മുതൽ ഇന്നേ വരെ 3 വർഷം ഒഴികെ എല്ലാ ജില്ലാ കലാമേളകളും നടത്തി. 6ഓളം സംസ്ഥാന കലോത്സവങ്ങൾക്ക് വേദി ഒരുക്കാനും ലൈറ്റ് ആൻഡ് സൗണ്ട് സംവിധാനം ഒരുക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഈ ബോയ്സ് ഹൈസ്കൂളിൽ ഒരു സംസ്ഥാന കലാമേളയും 2 സംസ്ഥാന ശാസ്ത്രമേളയും, ഒരു ഹയർ സെക്കൻഡറി സംസ്ഥാന കലാമേളയും 2ാമത്തെ ജില്ലാ കലാമേളയും നടത്താനും ഭാഗ്യം കിട്ടി. അപ്പോൾ ഈ വർഷം വളരെ നല്ല രീതിയിലാണ് സംവിധാനം. 5 ദിവസമായിട്ടാണ് മേള നടക്കുന്നത്. അതിനുവേണ്ട പന്തലിൻ്റെ പണി ഇന്ന് തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം 27-ാം തീയതി വൈകിട്ടാകുമ്പോഴേക്ക് എല്ലാ വേദികളും ഒരുക്കി, ശബ്ദവും ലൈറ്റും അതിലെ സംവിധാനങ്ങളൊക്കെ ഒരുക്കി എല്ലാ സംവിധാനം ചെയ്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വേണ്ട ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട കൺവീനറെ ഏൽപ്പിക്കും. മലപ്പുറം പോലീസ് മൈതാനിയിൽ നടന്ന സംസ്ഥാന കലോത്സവത്തിനും ലൈറ്റ് ആൻഡ് സൗണ്ടും പന്തലും ഒരുക്കിയിട്ടുണ്ട്. പാലക്കാട് ചെയ്തിട്ടുണ്ട്, തിരുവനന്തപുരം ചെയ്തിട്ടുണ്ട്, കോഴിക്കോട് ചെയ്തിട്ടുണ്ട്, കണ്ണൂർ ചെയ്തിട്ടുണ്ട്. അത് തിരൂർ സംസ്ഥാന കലോത്സവത്തിനാണ് ആദ്യമായിട്ട് ചെയ്യുന്ന സമയത്ത്. അത് വളരെ അഭിമാനം തോന്നിയത് അത് ചെയ്തു തീർത്തപ്പോൾ. ഈ മേളകളിൽ ഏറ്റവും വലിയ പന്തൽ എവിടെയെങ്കിലും ഒരുക്കേണ്ടി വന്നിട്ടുണ്ടോ നിലവിൽ? ഇല്ല, ഈ മേളയിൽ ഏറ്റവും വലിയ പന്തൽ ഒരുക്കിയതും തിരൂർ സംസ്ഥാന കലോത്സവത്തിനാണ്. കാരണം ഇവിടെ ജനബാഹുല്യം വളരെ കൂടുതലാണ്. പിന്നെ അത് കഴിഞ്ഞാൽ അടുത്തത് മലപ്പുറത്ത് വെച്ചാണ്. മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ജനപങ്കാളിത്തം കിട്ടിയിട്ടുള്ള അനുഭവത്തിൽ ഉൾപ്പെടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ പന്തൽ ഒരുക്കിയതും തിരൂരും അത് കഴിഞ്ഞ് മലപ്പുറത്തും. ഈ മേഖലയിൽ ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖലയിൽ എത്ര വർഷമായി? ഞാൻ 35 വർഷത്തിൽ കൂടുതലായി. എൻ്റെ പിതാവാണ് തുടങ്ങി വെച്ചതോട് കൂടിയിട്ട് ഞാനായിട്ടത് വളരെയധികം വിപുലീകരിച്ചു. അവർ ഒരു 80-82 കാലഘട്ടത്തിൽ ഞാൻ ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ നേരത്തായിരുന്നു അവർ. ഇപ്പോൾ ഇവിടെ പന്തലും ലൈറ്റ് ആൻഡ് സൗണ്ടും കൊണ്ട് ഏകദേശം 40-45 തൊഴിലാളികൾ വേണ്ടി വരും. അതിനുള്ള ആൾക്കാരൊക്കെ ഇന്നും നാളെയൊക്കെ ആയിട്ട് എത്തും. കുറേ ആൾക്കാർ എത്തിയിട്ടുണ്ട്. അപ്പോൾ വയറിംഗ് ജോലികളൊക്കെ നാളെ തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. പന്തലിൻ്റെ ജോലി ഇന്ന് തുടങ്ങി. ഇന്നിപ്പോൾ 3 വേദികളെ പണി ഒരേ സമയം നടക്കും. ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ചിട്ട് ഇപ്പോൾ തവണ കുറച്ചുകൂടി ടെക്നിക്കലായിട്ട് കുറച്ചും കൂടി മാറ്റങ്ങൾ ടെക്നിക്കലായിട്ട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കാലത്തിനനുസരിച്ച് പുരോഗമനം ഉണ്ടായിട്ടുണ്ട്. ടെക്നോളജി മാറി. അപ്പം പുതിയ രീതിയിലേക്ക് നമ്മൾ നീങ്ങാൻ. സൗണ്ടായാലും ലൈറ്റായാലും എന്തായാലും LED-ൻ്റെ ഉപയോഗം കൂടി. പഴയ രീതിയിലുള്ള ബൾബുകളൊക്കെ മാറി. അപ്പോൾ ആ ഒരു വ്യത്യാസം ഉണ്ടാവും. പിന്നെ അത് കാലത്തിനനുസരിച്ച് മാറ്റം നമ്മൾ വരുത്തണമല്ലോ എല്ലാ മേഖലയിലും. പന്തലിൻ്റെ വലിപ്പത്തിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. പന്തലില്ല, കഴിഞ്ഞ വർഷങ്ങളിൽ അപേക്ഷിച്ച് വലിപ്പം കൂടുതലാണ്. കാരണം ഇവിടെ ഓഡിയൻസ് കൂടുതലാണ് നമ്മളെ തിരുവരായത്. അപ്പോൾ അതിനനുസരിച്ച് സംഘാടകർ പന്തലിൻ്റെ വലിപ്പം കൂട്ടിയിട്ടുണ്ട്. പിന്നെ തിരൂരും പരിസരങ്ങളും കംപ്ലീറ്റ് വെളിച്ചം നൽകാനുള്ള ഏർപ്പാടുകൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ബോയ്സ് ഹൈസ്കൂള്, ഗേൾസ് ഹൈസ്കൂള്, പഞ്ചമി, പിന്നെ NSS സ്കൂള്, പിന്നെ ഡയറ്റ് മുതലായ സ്ഥലങ്ങളിൽ, കുറ്റിപ്പുറം റോട്ടിലുള്ള സ്കൂള്, ബ്ലോക്ക് ഓഡിറ്റോറിയം, പിന്നെ പോളീൻ്റെ ഗ്രൗണ്ട്. മെയിനായിട്ട് ഫുഡ് പന്തൽ 18,000 സ്ക്വയർ ഫീറ്റോളം വരുന്നുണ്ട്. ഫുഡിൻ്റെ പന്തൽ 1000 കുട്ടികൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനം, അവർക്ക് പാചകം ചെയ്യാനുള്ള സംവിധാനം, കലവറ, എല്ലാ സൗകര്യങ്ങളും പോളീൻ്റെ ഗ്രൗണ്ടിൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട്. ഇതിനകം 6 സംസ്ഥാന കലാമേള, 2 സംസ്ഥാന ശാസ്ത്രമേള, ഹയർ സെക്കൻഡറി കലാമേള തുടങ്ങിയവയ്ക്കെല്ലാം പന്തലൊരുക്കിയിട്ടുണ്ട്. 3 വർഷമൊഴികെയുള്ള റവന്യൂ കലാമേളകളിലൊക്കെ പന്തലും ലൈറ്റ് ആൻഡ് സൗണ്ടും ഒരുക്കാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്ന് ഉസ്മാൻ പറയുന്നു. ജനപങ്കാളിത്തം ഏറെയും തിരൂരിൽ നടന്ന കലാമേളയ്ക്കായിരുന്നു. 28 മുതൽ ഡിസംബർ 2 വരെയാണ് 33ാമത് മലപ്പുറം സ്കൂൾ കലാമേള തിരൂരിലും പരിസരങ്ങളിലുമായി നടക്കുന്നത്. 27-ന് വൈകിട്ടോടെ പന്തൽ പ്രവൃത്തികൾ പൂർത്തിയാവും. 50ഓളം തൊഴിലാളികളാണ് പന്തൽ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത്. പ്രധാന വേദികൾക്കായുള്ള 1-2 സ്റ്റേജുകൾ ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിലാണ് ഒരുക്കുന്നത്. BRC LP, NSS ഹൈസ്കൂൾ, പോളിടെക്നിക് ഹോസ്റ്റൽ വളപ്പ്, പഞ്ചമി LP, ഗേൾസ് LP, തിരൂർ ഗേൾസ് ഹൈസ്കൂൾ തുടങ്ങിയ ഇടങ്ങളിലാണ് സ്റ്റേജുകൾ ഒരുക്കുന്നത്. പോളിടെക്നിക്കിൽ സ്കൂൾ ഗ്രൗണ്ടിലാണ് ഭക്ഷണ പന്തൽ ഒരുങ്ങുന്നത്. 18,000 സ്ക്വയർ ഫീറ്റിൽ ഒരുക്കുന്ന പന്തലിൽ 1000 ആളുകൾക്ക് ഒരുമിച്ചുണ്ണാനുള്ള സൗകര്യമാണ് ഒരുക്കുന്നത്. TVN ന്യൂസ്, തിരൂർ. ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.
നിങ്ങളുടെ മനസ്സുപോലെ ആകർഷകമായ ഓഫറുകളോടെ MGM നിന്നും സ്വന്തമാക്കൂ. MGM മാൾ, തിരൂർ റോഡ്, മംഗലം. ഫോൺ 9895154020 8136830523. മോളെ എല്ലായോ? ഓൾമോസ്റ്റ് എല്ലായി. ഈ ഒരു ഡിസൈൻ മാത്രം കണ്ടില്ല. അതിനെന്താ, മോൾ ആ ഡിസൈൻ ഞങ്ങൾക്ക് അയച്ചതാ. ഞങ്ങൾ അതേപോലെ ഡിസൈൻ ചെയ്ത് മാല വീട്ടിലെത്തിക്കാം. ആഹാ, അത് കൊള്ളാലോ. ഇപ്പൊ എന്നെ ഡിസൈൻ അയച്ചുതരാം. അപ്പൊ അനക്ക് വേണ്ടല്ലേ ആയില്ലേ? Celebrating 50 years. Majestic Jewelers. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. ആനുകൂല്യങ്ങളുടെ ഈ ആഘോഷനാളുകളിലേക്ക് ഏവർക്കും സ്വാഗതം. സൻഹ ഫാഷൻ തിരൂർ. Our sister concern is our fashion വയലത്തൂർ. ടീച്ചേഴ്സ് ട്രെയിനിംഗ്, ഫിനിഷിംഗ് സ്കൂൾ, IELTS, TOEFL, ലാംഗ്വേജ് ട്രെയിനിംഗ് പ്രോഗ്രാം എന്നീ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് അക്ബർ കോളേജ്, എ ഡിവിഷൻ ഓഫ് അക്ബർ ഗ്രൂപ്പ്, സ്റ്റേറ്റ് ബാങ്ക് റോഡ്, ഓപ്പോസിറ്റ് ടൗൺ ഹാൾ, തിരൂർ. ക്വാളിറ്റിയിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയുമില്ലാതെ ഹൗസ് ഹോൾഡ് ഐറ്റംസ്. കരവിരുതുകളുടെ മായിക സൗന്ദര്യവുമായി നിരവധി ഉൽപ്പന്നങ്ങൾ. ഫാൻസി ഐറ്റംസ്, കോസ്മെറ്റിക്സ്, ക്ലീനിംഗ് ഐറ്റംസ് തുടങ്ങിയവയെല്ലാം മറ്റെവിടെ നിന്നും ലഭിക്കാത്ത വിലക്കുറവിൽ ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ഹോം ഡെലിവറി 9847488360, 9895154020, 049420805523. ആലത്തിയൂർ റോഡ്, മംഗലം. MGM ഹൈപ്പർ മാർക്കറ്റ്, a unit of Mangalam Supermarket LLP. വാർത്തകൾ തുടരുന്നു. അധ്യാപകരുടെ നിയമനാംഗീകാര നടപടികളിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ പ്രക്ഷോഭത്തിലേക്ക്. താനൂർ ഉപജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശനിയാഴ്ച താനൂർ AEO ഓഫീസ് മാർച്ച് നടത്തുമെന്ന് യൂണിയൻ നേതാക്കൾ താനൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. താനൂർ ഉപജില്ലയിൽ വിവിധ കാരണങ്ങളാൽ 100ഓളം അധ്യാപകർ നിയമനാംഗീകാരം ലഭിക്കാതെ പ്രയാസപ്പെടുന്നതായി യൂണിയൻ നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 2020 സർവീസിൽ പ്രവേശിച്ച അധ്യാപകരുൾപ്പെടെ ഇക്കൂട്ടത്തിലുണ്ട്. ശമ്പളം ലഭിക്കാതെ സേവനം ചെയ്യുന്ന ദയനീയാവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാകണമെന്ന് യൂണിയൻ ആവശ്യപ്പെട്ടു. കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ ഈ വരുന്ന നവംബർ 26 ശനിയാഴ്ച രാവിലെ 11 മണിക്ക് താനൂർ ഉപജില്ലാ AEO ഓഫീസിന് മുൻപായിട്ടൊരു പ്രതിഷേധ സംഗമം നടത്താൻ തീരുമാനിച്ച വിവരം നിങ്ങളെ അറിയിക്കാം. ഭിന്നശേഷി സംവരണ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ അധ്യാപകർ നേരിടുന്നത്. അവരുടെ നിയമനാംഗീകാരത്തിൽ ഏകദേശം 2 വർഷത്തോളം സ്കൂളുകളിൽ ജോലി ചെയ്തിട്ടും അവർക്ക് അംഗീകാരം ലഭിക്കാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് സംജാതമായിട്ടുള്ളത്. താനൂർ ഉപജില്ലയിൽ തന്നെ ഏകദേശം സംവരണ വിഷയത്തിനും അല്ലാതെയുമായി 100ഓളം അധ്യാപകർക്ക് നിയമനം അംഗീകരിക്കപ്പെടാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. ഉപജില്ലയിലെ നിരവധി സർക്കാർ സ്കൂളുകളിൽ അധ്യാപകരില്ലാതെ പഠനം പ്രഹസനമാകുന്ന സാഹചര്യവും നിലവിലുണ്ടെന്ന് KSTU ചൂണ്ടിക്കാട്ടി. ശനിയാഴ്ച രാവിലെ 11 താനൂർ AEO ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സംഘം നടത്തുന്നത്. സംസ്ഥാന സെക്രട്ടറി M. അഹമ്മദ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. മണ്ഡലം മുസ്ലിം ലീഗ് സെക്രട്ടറി MP അഷ്റഫ് മുഖ്യപ്രഭാഷണം നടത്തും. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് റഹീം കുണ്ടൂർ, ജില്ലാ സെക്രട്ടറിമാരായ KM ഹനീഫ, KP ജലീൽ, സബ് ജില്ലാ പ്രസിഡന്റ് നൌഫൽ, സെക്രട്ടറി ഷറഫുദ്ദീൻ എന്നിവർ പങ്കെടുത്തു. TV ന്യൂസ് താനൂർ. മുനിയൂർ ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിന്റെ ഭാഗമായി നടന്ന ഫുട്ബോൾ ടൂർണമെന്റ് ആവേശമായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NM സുഹറാബി ഉദ്ഘാടനം ചെയ്തു. മത്സരത്തിൽ 32 ടീമുകളാണ് പങ്കെടുത്തത്. PYC സലാമത്ത് നഗർ 1ാം സ്ഥാനവും മലബാർ പാറക്കടവ് 2ാം സ്ഥാനവും കരസ്ഥമാക്കി. മികച്ച കളിക്കാരനായി ഷാമിലിനെയും മികച്ച ഗോൾ കീപ്പറായി ശ്രീരാഗിനെയും തെരഞ്ഞെടുത്തു. ഉദ്ഘാടന ചടങ്ങിൽ സ്ഥിരം സമിതി അധ്യക്ഷൻ PP മുനീർ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ഹനീഫ ആച്ചാട്ടിൽ, സ്ഥിരം സമിതി അധ്യക്ഷ ജാസ്മിൻ മുനീർ, ബ്ലോക്ക് മെമ്പർമാരായ CT അയ്യപ്പൻ, ജാഫർ വെളിമുക്ക്, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ചാന്ദ് അബ്ദുസമദ്, PP സഫീർ, ഷംസുദ്ദീൻ മണമൽ, നൌഷാദ് തിരുത്തുമ്മൽ, NM റഫീഖ്, C രാജൻ, PP സമദ്, അഹമ്മദ് ഹുസൈൻ, T ഉമ്മുസൽമ, അതേക്കാട്ടിൽ രമണി എന്നിവർ സംസാരിച്ചു. യൂത്ത് കോർഡിനേറ്റർ ആസിഫ്, സബ് കമ്മിറ്റി അംഗങ്ങളായ ഷെമി മണക്കടവൻ, KK മുജീബ്, ഷിഹാബ് പാറക്കടവ്, CM ഷാഫി, VP നവാസ്, അൻസാർ കളിയാട്ടുമുക്ക് എന്നിവർ ഫുട്ബോൾ മത്സരത്തിന് നേതൃത്വം നൽകി. TV ന്യൂസ് തിരൂരങ്ങാടി.
ഹൈവേ കവർച്ച സംഘം പിടിയിലായതിനു പിന്നാലെ സമാന സംഭവങ്ങളിൽ കൊണ്ടോട്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കൂടുതൽ അന്വേഷണത്തിനായി പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് പോലീസ്. 2022 ഒക്ടോബർ 28 കോഴിക്കോട് പാലക്കാട് ഹൈവേയിൽ നെടിയുരുപ്പ് വെച്ച് സ്കൂട്ടറിൽ പണവുമായി പോവുകയായിരുന്ന വള്ളുവമ്പ്ര സ്വദേശിയെ തടഞ്ഞ് കണ്ണിൽ മുളക് സ്പ്രേ അടിച്ച് ആക്രമിച്ച് 9.5 ലക്ഷം കവർച്ച ചെയ്ത സംഭവത്തിൽ തൃശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കവർച്ചാ സംഘം കഴിഞ്ഞ ദിവസം പിടിയിലായിരുന്നു. അച്ഛനും മകനും ഉൾപ്പെട്ട 6 അംഗ സംഘമാണ് പിടിയിലായത്. തൃശൂർ കൊടകര സ്വദേശി പന്തവളപ്പിൽ ബിനു, നെല്ലായി സ്വദേശി തൈവളപ്പിൽ ഹരിദാസൻ, മകൻ തൈവളപ്പിൽ നിശാന്ത്, വടക്കേക്കാട് കല്ലൂർ സ്വദേശി അക്ഷയ്, അമ്മാടം സ്വദേശികളായ കിഴക്കേക്കുണ്ടിൽ നവീൻ, ആനക്കാരൻ സുധി എന്നിവരാണ് പിടിയിലായത്. മലപ്പുറം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ പഴുതടച്ച നീക്കങ്ങളാണ് പ്രതികളെ കൃത്യം നടന്ന് 1 മാസത്തിനുള്ളിൽ തന്നെ പിടികൂടാൻ സാധിച്ചത്. പ്രതികളെ ചോദ്യം ചെയ്തപ്പോൾ 6 മാസം മുമ്പ് വള്ളുംപ്രത്ത് വെച്ച് 35 ലക്ഷത്തോളം രൂപ കവർച്ച ചെയ്ത സംഭവത്തിൽ ചില സൂചനകൾ ലഭിച്ചതായി പോലീസ് പറഞ്ഞു. അന്വേഷണത്തിനും തെളിവെടുപ്പിനുമായി കസ്റ്റഡിയിൽ വാങ്ങുമെന്നും പോലീസ് പറഞ്ഞു. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി സുജിത് ദാസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ASP വിജയ് ഭാരത് റെഡ്ഡിയുടെ നേതൃത്വത്തിൽ കൊണ്ടോട്ടി ഇൻസ്പെക്ടർ കെൻ മനോജ്, SI കെ നൌഫൽ, ഡാൻസ് ഓഫ് ടീമും ചേർന്നാണ് പ്രതികളെ പിടികൂടി അന്വേഷണം നടത്തുന്നത്. ഫോട്ടോഗ്രാഫർമാരുടെ സ്വതന്ത്ര കൂട്ടായ്മയായ ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷന്റെ മലപ്പുറം ജില്ലാ സമ്മേളനം തിരൂരിൽ 29 ചൊവ്വാഴ്ച തിരൂർ വാഗൺ ട്രാജഡി ടൗൺ ഹാളിലാണ് സമ്മേളനമെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചൊവ്വാഴ്ച 8:30 പതാക ഉയർത്തുന്നതോടെയാണ് സമ്മേളന പരിപാടികൾക്ക് തുടക്കമാവുക. 9:30 ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി അനുബന്ധ എക്സിബിഷൻ മുൻ സംസ്ഥാന പ്രസിഡന്റ് വിജയൻ മാറഞ്ചേരിയും 10 പൊതുസമ്മേളനം മന്ത്രി വി അബ്ദുറഹ്മാനും ഉദ്ഘാടനം ചെയ്യും. SSLC +2 പരീക്ഷകളിൽ ഫുൾ A+ നേടിയ അസോസിയേഷൻ അംഗങ്ങളുടെ മക്കൾക്കുള്ള അവാർഡ് ദാനം MLA കുറുക്കോളി മൊയ്തീൻ നിർവഹിക്കും. ഫോട്ടോഗ്രാഫി മേഖല കനത്ത വെല്ലുവിളികളും മത്സരവും നേരിടുന്ന വേളയിലാണ് ജില്ലാ സമ്മേളനം നടക്കുന്നതെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 38ാമത് മലപ്പുറം ജില്ലാ സമ്മേളനം തിരൂരിൽ വെച്ചാണ് നടക്കുന്നത്. അത് രാവിലെ 8:30 അതായത് ചൊവ്വാഴ്ച 29-ാം തീയതി 8:30 ജില്ല പതാക ഉയർത്തിക്കൊണ്ടാണ് ആരംഭിക്കുന്നത്. അതുപോലെ 9 മണിക്ക് ഞങ്ങൾ രജിസ്ട്രേഷൻ ആരംഭിക്കും. 9:30 ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി അനുബന്ധ എക്സിബിഷൻ ഉണ്ട്. അത് മുൻ സംസ്ഥാന പ്രസിഡന്റ് വിജയൻ മാറാഞ്ചേരി ഉദ്ഘാടനം ചെയ്യും. 10 മണിക്കാണ് പൊതുസമ്മേളനം നടക്കുന്നത്. അത് ജില്ലാ സെക്രട്ടറി ജിതീഷ് കുറുമ്പൂർ സ്വാഗതം പറയും. അതുപോലെ അധ്യക്ഷൻ ജില്ലാ പ്രസിഡന്റ് ഗഫൂറിനി, അതുപോലെ തന്നെ ഉദ്ഘാടകൻ നമ്മുടെ കേരള സംസ്ഥാന സ്പോർട്സ്, റെയിൽവേ, ഹജ്ജ്, വഖഫ് ബോർഡ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ സാറാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. സമ്മേളനത്തിൽ സംസ്ഥാന ഫോട്ടോഗ്രാഫി മത്സരത്തിൽ ഉന്നത വിജയം നേടിയവരെ ആദരിക്കും. ഫോട്ടോഗ്രാഫി ക്ലാസ്, സോഷ്യൽ മീഡിയ വർക്ക്ഷോപ്പ്, കലാപരിപാടികൾ എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തിയ ഫോട്ടോഗ്രാഫി മത്സര വിജയികളെ അനുമോദിക്കൽ, മത്സര എൻട്രികളുടെ പ്രദർശനം എന്നിവയും ഉണ്ടാകും. ജില്ലാ രക്തദാന ക്ലബിന്റെ നേതൃത്വത്തിലുള്ള രക്തദാന ക്യാമ്പിനും സമ്മേളനം വേദിയാകും. സമ്മേളന ദിവസം ജില്ലയിലെ മുഴുവൻ AKPA അംഗങ്ങളുടെയും സ്റ്റുഡിയോ, അനുബന്ധ സ്ഥാപനങ്ങൾക്ക് അവധിയായിരിക്കുമെന്ന് നേതാക്കൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് ഗഫൂറിനി, സെക്രട്ടറി ജിതീഷ് കുറുമ്പൂർ, ജില്ലാ ട്രഷറർ മസൂദ് മംഗലം, ജില്ലാ വൈസ് പ്രസിഡന്റ് സജിത്ത് ഷൈൻ, തിരൂർ മേഖലാ പ്രസിഡന്റ് റിയാസ്, തിരൂർ യൂണിറ്റ് സെക്രട്ടറി സുനിൽ എന്നിവർ പങ്കെടുത്തു. TVN ന്യൂസ് തിരൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബൊലോറോ വാഹനത്തിൽ 10ഓളം രഹസ്യറകൾ നിർമ്മിച്ച് വൻ കഞ്ചാവ് കടത്ത്. കേരളത്തിലേക്ക് ഒളിപ്പിച്ച് കടത്തവെ 67 കിലോ കഞ്ചാവുമായി ഗൂഡല്ലൂർ സ്വദേശിയെ പിടികൂടി കാളിക്കാവ് എക്സൈസ്. സ്കൂൾ കലോത്സവങ്ങൾക്ക് വേദിയൊരുക്കുന്നതിൽ 3 പതിറ്റാണ്ട് പിന്നിട്ട് താനൂരിലെ ഉസ്മാൻ. തിരൂരിൽ 28-ന് ആരംഭിക്കുന്ന ജില്ലാ കലോത്സവത്തിന് വേദിയൊരുക്കുന്നതും ഉസ്മാൻ തന്നെ. അധ്യാപകരുടെ നിയമനാംഗീകാര നടപടികളിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ പ്രക്ഷോഭത്തിലേക്ക്. താനൂർ ഉപജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശനിയാഴ്ച താനൂർ AEO ഓഫീസ് മാർച്ച് നടത്തുമെന്ന് യൂണിയൻ. ഫോട്ടോഗ്രാഫർമാരുടെ സ്വതന്ത്ര കൂട്ടായ്മയായ ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷന്റെ മലപ്പുറം ജില്ലാ സമ്മേളനം തിരൂരിൽ 29-ന് ചൊവ്വാഴ്ച തിരൂർ വാഗൺ ട്രാജഡി ടൗൺ ഹാളിലാണ് സമ്മേളനം.
ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നന്ദി. ഗോൾഡൻ ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. നിങ്ങളുടെ മനസ്സ് പോലെ ആകർഷകമായ ഓഫറുകളോടെ MGMൽ നിന്നും സ്വന്തമാക്കൂ. MGM മാൾ, തിരൂർ റോഡ്, മംഗലം. ഫോൺ 9895154020 8136830523. മോളെ എല്ലായോ? ഓൾമോസ്റ്റ് എല്ലായി. ഈ ഒരു ഡിസൈൻ മാത്രം കണ്ടില്ല. അതിനെന്താ, മോൾ ആ ഡിസൈൻ ഞങ്ങൾക്ക് അയച്ചതാ. ഞങ്ങൾ അതേപോലെ ഡിസൈൻ ചെയ്ത് മാല വീട്ടിലെത്തിക്കാം. ആഹാ, അത് കൊള്ളാലോ. ഇപ്പൊ എന്നെ ഡിസൈൻ അയച്ചുതരാം. അപ്പൊ അനക്ക് വേണ്ടല്ലേ? സെലിബ്രേറ്റിംഗ് 50 years. മജസ്റ്റിക് ജുവല്ലേഴ്സ്. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. ആനുകൂല്യങ്ങളുടെ ഈ ആഘോഷനാളുകളിലേക്ക് ഏവർക്കും സ്വാഗതം. സൻഹ ഫാഷൻ തിരൂർ, ആ സിസ്റ്റർ കൺസേൺ ഇസ ഫാഷൻ വൈലത്തൂർ. ടീച്ചേഴ്സ് ട്രെയിനിംഗ്, ഫിനിഷിംഗ് സ്കൂൾ, IELTS, TOEFL, ലാംഗ്വേജ് ട്രെയിനിംഗ് പ്രോഗ്രാം എന്നീ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് അക്ബർ കോളേജ്, എ ഡിവിഷൻ ഓഫ് അക്ബർ ഗ്രൂപ്പ്, സ്റ്റേറ്റ് ബാങ്ക് റോഡ്, ഓപ്പോസിറ്റ് ടൗൺ ഹാൾ, തിരൂർ. ക്വാളിറ്റിയിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയുമില്ലാതെ ഹൗസ് ഹോൾഡ് ഐറ്റംസ്. കരവിരുതുകളുടെ മായിക സൗന്ദര്യവുമായി നിരവധി ഉൽപ്പന്നങ്ങൾ. ഫാൻസി ഐറ്റംസ്, കോസ്മെറ്റിക്സ്, ക്ലീനിംഗ് ഐറ്റംസ് തുടങ്ങിയവയെല്ലാം മറ്റെവിടെ നിന്നും ലഭിക്കാത്ത വിലക്കുറവിൽ ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ഹോം ഡെലിവറി 9847488360, 98951540020, 04942080 ആലത്തിയൂർ റോഡ്, മംഗലം. MGM ഹൈപ്പർ മാർക്കറ്റ്, a unit of Mangalam Supermarket LLP. ടീച്ചേഴ്സ് ട്രെയിനിംഗ്, ഫിനിഷിംഗ് സ്കൂൾ, IELTS, TOEFL, ലാംഗ്വേജ് ട്രെയിനിംഗ് പ്രോഗ്രാം എന്നീ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് അക്ബർ കോളേജ്, എ ഡിവിഷൻ ഓഫ് അക്ബർ ഗ്രൂപ്പ്, സ്റ്റേറ്റ് ബാങ്ക് റോഡ്, ഓപ്പോസിറ്റ് ടൗൺ ഹാൾ, തിരൂർ.